ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു DIY പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വുഡൻ റീപ്പേഴ്സാണ്. അപ്പോൾ റീപ്പേഴ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബണ്ടിൽസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ച് അത് നീളവും വീതിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ തട്ടുകളായി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തട്ടുകളായി തിരിച്ചതിന് ശേഷം നമ്മൾ ഒക്കെ മുള്ളാണിയും അതുപോലെ കേബിൾ ടൈ യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റാൻഡ് ഉറപ്പിക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ച ഒരു സ്റ്റാൻഡാണിത്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ 3 തട്ടുകളായിട്ടാണ് ഇവിടെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 പാനൽ വെർട്ടിക്കലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ആദ്യം ഉണ്ടാക്കിയത്. അത് കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുക, ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. കണ്ടോ, കേബിൾ ടൈസ് ഞാൻ അവിടെ ഞാൻ ഇത് സ്റ്റാൻഡ് ശരിക്കും വെർട്ടിക്കലായി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കേബിൾ ടൈസാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് മുള്ളാണിനേക്കാൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കൂടുതലുള്ള നമ്മൾ റീപ്പേഴ്സ് എക്സ്ട്രാ വരുന്ന റീപ്പേഴ്സ് നമ്മൾ മുറിച്ച് മാറ്റണം, ബേസിലൊക്കെ ഉള്ളത്. അതുപോലെ ടോപ്പിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബേസ് കോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എനിക്ക് വൈറ്റ് ഇഷ്ടമായ കാരണം ഞാൻ വൈറ്റാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ചെറിയൊരു ആശാരിപ്പണിയിലൂടെ നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈറ്റ് പെയിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു 2 കോട്ട് ഞങ്ങൾ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. ബേസ് കോട്ട് കണ്ടോ, ഇപ്പോൾ 2 കോട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ഇതിന് ഭയങ്കരമായിട്ട് ബലം കുറവായിരിക്കും, അതായത് സ്ട്രെങ്ത്ത് കുറച്ച് കുറവാണ്. അത് കാരണം നമ്മൾ ഇത് ചട്ടികളിലൊക്കെ ഇതിൽ വയ്ക്കുമ്പോൾ മണ്ണ് യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നമുക്ക് യൂസ് ചെയ്യേണ്ടത് ചകിരിച്ചോറുണ്ടല്ലോ, ചകിരിച്ചോറ് ചട്ടിയിൽ നിറച്ച് അത് യൂസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങി വന്നു. കാരണം ഞാൻ ചട്ടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയതാണ് അതെങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മുടെ മനോഹരമായ DIY പ്ലാന്റ് സ്റ്റാൻഡ് 500 രൂപയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.